ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വെനിസുലയെ പറ്റിയിട്ടാണ്. വെനിസുലയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടും വെനിസുല USA കോൺഫ്ലിക്ട്സ് എന്താണ്, അതിൻ്റെ റീസൺ എന്താണ്, വെനിസുലൻ പ്രസിഡൻ്റായ മദൂറോയെയും വൈഫിനെയും US ആർമി എന്തിനാണ് അറസ്റ്റ് ചെയ്തത്, അപ്പം അതിൻ്റെ കുറച്ച് റീസണും കാര്യങ്ങളൊക്കെ എന്താണ് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നടക്കാൻ പോകുന്നത് മൂന്നാം ലോക മഹായുദ്ധവും. അപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ചയായിട്ടുള്ള ഒരു മാറ്ററാണ് USA വെനിസുല കോൺഫ്ലിക്ട്സ്. അപ്പം അതിൻ്റെ റീസൺ എന്താണ് എന്നത് പലർക്കും ഇപ്പോഴും അറിയാത്തൊരു കാര്യം തന്നെയാണ്. അപ്പം ഞാൻ അതിനെപ്പറ്റിയൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ആദ്യം തന്നെ പറയാം, വെനിസുലനെ ഒരു ഡ്രഗ് സ്റ്റേറ്റ് ആയിട്ട് ഡൊണാൾഡ് ട്രംപ് ഒരു മാസം മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളുമൊക്കെ വെനിസുലയിൽ നിന്നാണ് US ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് വരുന്നതും അതും കപ്പൽ മാർഗേണ വരുന്നതും. ഒരു മാസം മുമ്പ് തന്നെ വെനിസുലയിൽ നിന്ന് പുറപ്പെട്ട ഷിപ്പ് കാരിയേഴ്സ്, USA ഷിപ്പ് കാരിയേഴ്സ് US ആർമി അറ്റാക്ക് ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇപ്പം ഈ വെനിസുലൻ പ്രസിഡൻ്റായ മദൂറോയെയും വൈഫിനെയും US ആർമി ക്യാപ്ചർ ചെയ്തേക്കുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ കാര്യം എന്ന് വെച്ചാൽ, വെനിസുലനെ ഒരു ഡ്രഗ് സ്റ്റേറ്റായിട്ട് ഓൾറെഡി ഡൊണാൾഡ് ട്രംപ് മുദ്ര കുത്തിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് വെനിസുലയിൽ നിന്ന് ഇങ്ങോട്ട് US വരുന്ന ഷിപ്പും ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ അതൊരു ഡ്രഗ് കാർട്ടൽസ് തന്നെയാണ് അറ്റാക്ക് ചെയ്തതെന്നായിരുന്നു US ആർമി നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നത്. അപ്പം ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് ഇപ്പം ഈ ചൈനയുടെയും റഷ്യൻ്റെയൊക്കെ പിൻബലം വെനിസുലയ്ക്ക് ഉള്ളത് കൊണ്ട് തന്നെ അതിനെ ഭയന്നാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ അടുത്ത നീക്കം. നമ്മൾ പണ്ടും യുക്രൈൻ റഷ്യ വാറിലെ സമയത്ത് കണ്ടിരുന്നു, യുക്രൈൻ നാറ്റോയിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്തായിരുന്നു റഷ്യ അവിടെ ഒരു മുന്നറിയിപ്പും കൂടെ അത് അറ്റാക്ക് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഒരു സംഭവമാണ് ചൈനയുടെയും റഷ്യേൻ്റെ ഒരു പ്രസൻസ് വെനിസുലേൻ്റെ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടായിട്ട് കാണുകയും അതിൻ്റെ ഭാഗമായിട്ട് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഒരു നീക്കമായിട്ടാണ് ഇപ്പോൾ പലരും ഇതിനെ ചർച്ച ചെയ്യുന്നത്. US പറ്റി പറയുകയാണെങ്കിൽ അറിയാലോ, എല്ലാത്തിൻ്റെയും നോബൽ അവാർഡ്സ് കിട്ടിയ ഒരു കൺട്രി കൂടിയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വാറിൽ പങ്കെടുത്ത് ഏറ്റവും കൂടുതൽ വാറിന് തുടക്കമിട്ടേക്കുന്നതും, അതുപോലെ ഏറ്റവും കൂടുതൽ ബയോ വെപ്പൺസ് ആയിക്കോട്ടെ, ന്യൂക്ലിയർ ബോംബ്സ് ആയിക്കോട്ടെ, എല്ലാം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചേക്കുന്നതും ഈ അമേരിക്ക തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ അമേരിക്കയുടെ ഇപ്പോഴത്തെ ഈ ഒരു നീക്കം ലോക മൊത്തത്തിൽ ഒന്ന് മാറ്റിമറിച്ചേക്കുകയാണ്. എല്ലാവരും അമേരിക്കയ്ക്കെതിരെ തിരിയുന്ന ഒരു നീക്കമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ചൈന, സൗത്ത് കൊറിയ, നോർത്ത് കൊറിയ, റഷ്യ എന്നീ രാജ്യങ്ങൾ വെനിസുലയ്ക്ക് സപ്പോർട്ടായിട്ട് വെനിസുലൻ പ്രസിഡൻ്റായ മദൂറോയെ വിട്ടുകൊടുത്തില്ലെങ്കിൽ യുദ്ധം നടക്കും എന്നൊക്കെയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വെനിസുലയെ പറ്റി പറയുകയാണെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ കോണ്ടിനെൻറ്റിലെ ഒരു ചെറിയ കൺട്രിയാണ് വെനിസുല. എന്നാൽ പോലും അവിടെ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കൺട്രികളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കൺട്രിയാണ് വെനിസുല. ഏകദേശം അറൗണ്ട് 300 ബില്യൺ ബാരൽസ് ഓയിലാണ് അവർ പെർ ഇയർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഒരു മേജർ ഷെയറോ അല്ലെങ്കിൽ മേജർ ഇമ്പോർട്ടിങ് നടക്കുന്നത് ചൈനയിലേക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചൈനയായിട്ടൊരു വളരെ നല്ലൊരു സൗഹൃദം വെനിസുലയ്ക്കുണ്ട്. അപ്പം എന്തായാലും തീർച്ചയായിട്ടും ഇതൊരു വാറിലേക്ക് കടക്കുകയാണെങ്കിൽ ചൈനയുടെ ബാക്കപ്പ് വെനിസുലയ്ക്ക് കിട്ടുന്നതിൽ കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ ചൈന ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ വെനിസുലയിൽ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഡിസ്കൗണ്ട് റേറ്റിലാണ് ഇവർ തമ്മിലുള്ള ഓയിൽ എക്സ്പോർട്ട് ബിസിനസ്സിൻ്റെ ഇതൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് വലിയൊരു തിരിച്ചടിയാണ് വെനിസുലയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ചൈന എന്തായാലും ഇതിനു വേണ്ടിയിട്ട് മാക്സിമം പോവുക തന്നെ ചെയ്യും. അപ്പോൾ കഴിഞ്ഞ ദിവസം US ആർമി വെനിസുലയിലെ കാർഗസ് എന്ന് പറയുന്ന ക്യാപിറ്റൽ സിറ്റി ഓഫ് വെനിസുലയിൽ നടത്തിയ ഒരു അറ്റാക്കിൽ കുറേ സിവിലിയൻസ് ഇഞ്ചേർഡ് ആവുകയും അവിടെ കുറേ ഇൻഫ്രാസ്ട്രക്ചേഴ്സും കാര്യങ്ങളും അവിടെ ഒരു പ്രദേശം തന്നെ നശിക്കുകയും ചെയ്തിരുന്നു. അപ്പം ഇത് അറ്റാക്ക് ചെയ്യാനുള്ള ഡിഫൻസോ കാര്യങ്ങളോ ഒന്നും വെനിസുലയ്ക്കില്ല. കാര്യം ഇതൊരു ചെറിയ കൺട്രി തന്നെയാണ്. അതിനുള്ള ആർമിയും കാര്യങ്ങളോ ഒന്നും വെനിസുലയ്ക്കില്ല. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് US ഇപ്പം ഇങ്ങനൊരു നീക്കം വെനിസുലയിലെ ഭാഗത്തായിട്ട് നടത്തിയേക്കുന്നത്. അപ്പം വെനിസുലനെ പൂർണ്ണമായിട്ടും തകർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഓയിലും കാര്യങ്ങളും ഒക്കെ തന്നെയും കൺട്രോൾ ചെയ്യാൻ USA കഴിയും. ഡൊണാൾഡ് ട്രംപിൻ്റെ കണ്ണുകൾ എപ്പോഴും വെനിസുലയുടെ ഓയിലിലേക്ക് തന്നെയാണ്. അപ്പം
ലോകത്തിലെ തന്നെ ഒരു മെജോറിറ്റി ഒരു പെർസെൻറ്റേജും ഓയിൽ റിഗ് ചെയ്യുന്നത് വെനസ്വേല തന്നെയാണ്. അതുകൊണ്ട് തന്നെ വെനസ്വേലയെ കീഴടക്കി തന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂർണ്ണം ആയിട്ടും കൺട്രോള് വെനസ്വേലയുടെ മേത്ത് അമേരിക്കയ്ക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ അതിൽ നിന്ന് തന്നെ വളരെ ഒരു പ്രോഫിറ്റ് ഈ ഓയിൽ കൈകാര്യം ചെയ്യുന്നതോടെ തന്നെ അമേരിക്കയ്ക്ക് കിട്ടും. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് വെനസ്വേലയുടെ നേരെ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഈ ഒരു അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. അപ്പം ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പുറത്ത് വിട്ടിട്ടില്ല. ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു, നമ്മുടെ വെനസ്വേലൻ പ്രസിഡൻ്റായ മദൂറയും വൈഫിനെയും ക്യാപ്ചർ ചെയ്തു, അവരെ ക്വസ്റ്റ്യനിങ്ങും കാര്യങ്ങളും ഒക്കെ കൺട്രിയുടെ പുറത്ത് കൊണ്ടുപോയി ചെയ്യുകയാണെന്ന്. അതിനെപ്പറ്റിയിട്ടുള്ള ഫർദർ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും ഒരു മാധ്യമങ്ങളും പുറത്ത് വിട്ടിട്ടില്ല. മാധ്യമങ്ങൾ എപ്പോഴും അമേരിക്കനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലും ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇനി പബ്ലിഷ് ചെയ്യുന്ന മുറയ്ക്ക് ഞാൻ നിങ്ങളിലേക്കൊരു ഫുൾ ലെങ്ത് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവുക. താങ്ക് യു.